ഫലസ്തീൻ സ്വാതന്ത്ര്യം ഇറാൻ ആവശ്യപ്പെടും. ആശങ്കയോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ രാജ്യമുള്ളത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. സർവാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്നോ ഇന്നലെയോ ആലോചിക്കുന്നൊരു പ്രവൃത്തിയല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പതിറ്റാണ്ടുകളായി. അഥവാ ഇസ്ലാമിക വിപ്ലവം നടന്ന 1979 ശേഷം ഇറാൻ എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും തങ്ങൾക്കെതിരെ തിരിയുമെന്നും അതൊരു സംഘശക്തിയായിക്കൊണ്ട് ആക്രമ സ്വഭാവത്തോടു കൂടി തങ്ങൾക്കെതിരെ നിലയുറപ്പിക്കുമെന്നും ദീർഘവീക്ഷണത്തോടു കൂടി മനസ്സിലാക്കിയ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള കരുക്കൾ നീക്കി 40 വർഷമോ അല്ല അതിൽ കൂടുതലോ വർഷം സാമ്പത്തിക ഉപരോധം അമേരിക്ക നടത്താൻ, പ്രത്യേകിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ ശത്രുതയൊന്നുമില്ല, അത് ഇസ്രായേലിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയെങ്കിലും മെരുക്കുകയും ഒതുക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴെല്ലാം അത് ബലൂൺ വീർക്കുന്ന പോലെ അങ്ങനെ ഉയർന്നു വന്ന് എന്നല്ലാതെ അത് താന്നു പോയിട്ടില്ല എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇപ്പോഴത്തെ ഒരു യുദ്ധം ആർക്ക് വേണ്ടി ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ ആർക്കും ഒറ്റവാക്കിൽ ഉത്തരം പറയാം, ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ആ യുദ്ധം അമേരിക്ക നടത്തുന്നത്. വിജയിക്കാത്തൊരു യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത് എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ ട്രംപിനെ കൊടുത്തത് പോലും വലിയ വിവാദമായി മാറിയതാണ്. അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ നിലവിലെ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്, വളരെ സങ്കടകരമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി, അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ട്രംപ് പ്രഖ്യാപിച്ച് 2 മണിക്കൂർ കഴിയുന്ന സമയത്താണ് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് 100-ലധികം ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയതും ഏകദേശം 200 അതിൽ കൂടുതലോ ആളുകൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നത്. എന്താ അങ്ങനെ ചെയ്യാനുള്ള കാരണം? ഞങ്ങൾ ഇല്ലാതാക്കുകയാണ്, അല്ലെങ്കിൽ ലെബനാനെ ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ഇവിടെ ഒരു ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വിഷയം ഇനി ഉയർന്നു വരാൻ പാടില്ല. കാര്യം അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ് വളരെ സജീവമാണ്, ആയുധധാരികളാണ്, ഇസ്രായേലിനെ നേരെ ആക്രമിക്കാൻ താല്പര്യമുള്ളവരാണ്. ഇസ്രായേലിൻ്റെ വെടികൊണ്ട് മരിക്കുകയാണെങ്കിൽ ഷഹീദിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കിയ കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇറാനെ ഏതെങ്കിലും രീതിയിൽ പ്രഹരമേൽപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഏത് സമയത്തും ഇറാനുമായിട്ട് സന്ധി പാടില്ല, കരാറുണ്ടാക്കാൻ പാടില്ല, അവരെ ആക്രമിക്കണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അമേരിക്ക തോറ്റിരിക്കുന്നു, ഏറെക്കുറെ ഇസ്രായേൽ തോറ്റിരിക്കുന്നു. ഇസ്രായേലും അവരുടെ സാമ്രാജ്യവും മടക്കി വെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. മുന്നേറാൻ പറ്റാത്ത വിധം ദയനീയമായിരിക്കുന്ന മുറിപ്പാടാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നിലവിലുള്ളത്. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെ മുന്നേറണം എന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇവിടെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അവർ ലോകത്തിൽ ഏറ്റവും വലിയ ലീഡർഷിപ്പുള്ള നേതൃത്വ നിരയിലേക്ക് ഒരു അംഗീകാരം ഇറാന് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, 600 മുതൽ 1000 വരെ ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അഥവാ 18 രാജ്യങ്ങൾ, അത് ഇസ്രായേലും അമേരിക്കയും ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏകദേശം ഇത്രയും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു രാജ്യവും ഇറാനെ തിരിച്ചടിച്ചിട്ടില്ല. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പ്രഹരശേഷിയോടുകൂടി ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള ഒരു വിവരം ഈ അറബ് രാജ്യങ്ങൾക്കോ അല്ലെ മറ്റുള്ള രാജ്യങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഇറാൻ പ്രതികരിക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് അവരുടെ ആക്രമണത്തെ പ്രതിരോധിക്കുക, മൗനം പാലിക്കുക എന്നുള്ളതാണ്. ആ പ്രവൃത്തി തന്നെയാണ് ചെയ്തത് എന്നുള്ളത് കൃത്യമാണ്. ഇതിൽ വലിയ നിരാശയുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നിട്ടും ഈ അറേബ്യൻ മേഖലയിലെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയ ഇസ്രായേൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കാര്യം സൗദി അറേബ്യയുടെ പെട്രോൾ കെമിക്കൽ മേഖലയിൽ ആക്രമണം നടത്തിയത് തങ്ങളല്ലെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. കാര്യം ഇറാൻ ഒരിക്കലും കളവ് പറയില്ല, ഇറാൻ പറഞ്ഞ കാര്യം ചെയ്യും, അതവർ അംഗീകരിക്കുകയും ചെയ്യും. റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ട് സൗദി അറേബ്യയിൽ നടത്തിയത് തങ്ങളല്ല എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ അത് ഇസ്രായേലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു സംശയമൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ ശക്തിയായി കഴിഞ്ഞു, ഇറാനെ പരാജയപ്പെടുത്തില്ല എന്ന് ഉറപ്പായി. ഇനി ഭാവിയിൽ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി
ഫലസ്തീൻ രാജ്യത്തിന് വേണ്ടി ഇറാൻ സംസാരിക്കും. ഇറാൻ സംസാരിക്കുമ്പോൾ ലോകം അത് ശ്രദ്ധിക്കും, ലോകം അത് കേൾക്കും. കാര്യമെന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു സംസാരമായിരിക്കും. അതിൻ്റെ പിന്നാമ്പുറം സൈനിക ബലവും ശക്തിയും ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നു. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകമായ രീതിയിൽ ഈ ഫലസ്തീൻ വിഷയത്തിൽ വലിയ താല്പര്യമുണ്ട്, വലിയ സഹായ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ നേതൃത്വ നിരയിൽ നിന്ന് ഫലസ്തീന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനാണെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു ലോകരാജ്യം മുന്നോട്ട് വന്നിട്ടില്ല, ഇറാൻ ഒഴികെ. ഇറാൻ്റെ പുറകെ അങ്ങനെ തന്നെ നിൽക്കുന്നതിൽ ഈ അറേബ്യൻ രാജ്യങ്ങൾക്കുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമോ എന്നൊരു പേടിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ യുദ്ധം ചെയ്തു, യുദ്ധത്തിൽ അതിജീവിച്ചു, യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു. ഇനി ഒന്നും നോക്കാനില്ല. ഇറാൻ്റെ കയ്യിൽ മാരകമായിരിക്കുന്ന ആയുധങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ സൈനികരുമുണ്ട്. ഇപ്പോൾ തന്നെ നിലവിൽ 6 ലക്ഷം സൈനികരുണ്ട്. അതിൻ്റെ പുറമെ 3 ലക്ഷത്തോളം സൈനികരെങ്കിലും 3 ലക്ഷത്തോളം ഈ ഇറാൻ്റെ പൗരന്മാരെങ്കിലും സൈന്യത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചുകൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രബല ശക്തിയാണ് ഒരു രാജ്യവും അതിൻ്റെ സൈനിക സംവിധാനവും, ഒരു രാജ്യവും ഒരു ഗവൺമെൻറ്റും, ഒരു രാജ്യവും അതിൻ്റെ നിയമവ്യവസ്ഥയും ഒറ്റക്ക് ഒരു നിലപാടോടുകൂടി മുന്നേറുന്നു എന്ന് പറയുന്ന സമയത്ത് തളർന്നു പോകുന്നു അമേരിക്കയും ഇസ്രായേലും. ഇനി നമ്മൾ ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും നോക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിന് അനുകൂലമുള്ള ഒരാൾ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയിലും ഇല്ല. അവരൊക്കെ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നു. വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും യുദ്ധവിരുദ്ധ റാലികളും നടത്തുന്നു, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. ആ രീതിയിലേക്ക് ഇസ്രായേൽ മാറി, ആ രീതിയിലേക്ക് അമേരിക്കയും മാറി. അപ്പോൾ അമേരിക്കയുടെ കോൺഗ്രസ് തന്നെ ഈ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് നടത്തിയത്. നിങ്ങൾ എന്തിന് യുദ്ധം ചെയ്യുന്നു എന്ന ചോദ്യത്തിന് മറുപടി തരണം എന്ന് പറയുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഉത്തരം കിട്ടാത്ത രീതിയിൽ മിണ്ടാതിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആർക്കോ വേണ്ടി നടത്തുന്ന യുദ്ധത്തിന് എന്തിന് രാജ്യത്തെ ബലിയാടാക്കുന്നു? ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ പൗരന്മാർക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി. എംബസിയും കോൺസുലേറ്റും പ്രവർത്തനക്ഷമമായിട്ട് ഇപ്പോൾ മാസങ്ങളായി. എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം അത് നേരെ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് സ്വതന്ത്രമായ രീതിയിൽ ഞങ്ങൾ ജൂതരാണെന്ന് അഭിമാനത്തോടു കൂടി മുൻപ് നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി. ഈ ഒരു ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയും ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഇസ്രായേലും അമേരിക്കയും കൂടിയാണ്. ഇതാണ് പരാതി ജനങ്ങളുടേത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകോപനത്തോടു കൂടി വന്നിരിക്കുന്നു, മറ്റുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചെതറപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അടുത്ത ആഴ്ച കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് യുദ്ധം തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യുദ്ധം തീർന്നു കഴിഞ്ഞാൽ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സാമ്പത്തികം നീക്കിവെക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാകേണ്ടി വരും, അതിന് സംവിധാനം ഒരുക്കും. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിഷയങ്ങൾ അതല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഭാഗത്ത് പുനർനിർമ്മാണം നടത്തും, മറുഭാഗത്ത് ആയുധശേഖരങ്ങൾ വീണ്ടും കൂട്ടും. മറ്റൊരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങും. അത് തുടങ്ങുന്നതിന് ഗൗരവം ഉണ്ടാവും, അത് ഗാംഭീര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കപ്പെടും. കാര്യമെന്ന് പറയുന്നത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഈ യുദ്ധവും ഈ കെടുതിയും മുഴുവനും ഉണ്ടാവാൻ പ്രധാന കാരണം. 2021 ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണത്തോടുകൂടി ആരംഭിച്ച ഒരു യുദ്ധത്തിൻ്റെ തുടർച്ചയാണ് 2026 ഇന്ന് ലോകം അനുഭവിക്കുന്നത്. തുടങ്ങിയ സമയത്ത് അത്രയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഇതൊരു നിയന്ത്രിക്കാൻ പറ്റാത്ത യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഇസ്രായേലിൻ്റെ കഠിനമായിരിക്കുന്ന നിലപാടുകൾക്ക് മയം വരുത്തുന്നില്ലെങ്കിൽ ഫലസ്തീനികൾ നിത്യേന എന്നോണം കൂട്ടക്കൊലയ്ക്ക് വിധേയമാകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാരം ലോകം മുഴുവൻ ചുമക്കേണ്ടി വരും. ഇതിൻ്റെ കഠിനമായിരിക്കുന്ന ശിക്ഷ ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി, ആ രീതിയിലേക്കും ആ അവസ്ഥയിലേക്കും ഈ കാര്യങ്ങൾ പോകും എന്ന് അന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഫലസ്തീനിൽ തുടങ്ങി അങ്ങനെ പല രാജ്യങ്ങൾ കയറി ഇപ്പോൾ ഇറാനിലേക്ക് എത്തിയ സമയത്ത് മൊത്തത്തിൽ ലോകത്തെ തന്നെ ബാധിക്കുന്ന സാമ്പത്തിക പ്രയാസവും ബുദ്ധിമുട്ടുള്ള ഇടത്തിലേക്ക് ഈ വിഷയങ്ങൾ എത്തിയിരിക്കുന്നു. ഇനിയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാത്രിയാണ്. അവരെ ഇങ്ങനെ നോവിച്ചുകൊണ്ടേയിരിക്കും ഇറാൻ. ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ശബ്ദിക്കും, അവർ സംസാരിക്കും,